അപ്പോൾ ഒലുഹിയ്യത്ത് അറക്കെന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ആ ജനങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും കുടുംബവുമാണ് മക്കത്തുണ്ടായിരുന്നത്. ആ കുടുംബത്തിൽ ജനിച്ച മുഹമ്മദ് ആ കുടുംബത്തിൽ വ്യത്യസ്തമായി, അതുപോലെ വിശ്വാസത്തിൽ വ്യത്യസ്തമായി സംസാരിച്ചത് കൊണ്ട് മുഹമ്മദിനെ എതിർക്കാൻ ആളാപ്പന്മാരും മൂത്തപ്പന്മാരും അമ്മായിമാരും അമ്മാവന്മാരും കുടുംബക്കാരെല്ലാം എതിർത്ത് അങ്ങനെ കൊലവിളി നടത്തി അങ്ങനെ അവിടെ വസിക്കാൻ നിൽക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് അബൂബക്കറെ കൂട്ടി മുഹമ്മദ് ആ പ്രദേശം വിട്ട്, മക്കന്ന് വിട്ട്, അതാണ് ഹിജറ എന്ന് പറഞ്ഞത്, മദീനയിൽ പോയി മദീനയിൽ അവിടെ താമസിച്ചു. അപ്പോൾ മുഹമ്മദിനെ വിശ്വസിച്ച ഇഷ്ടപ്പെട്ടവരെല്ലാവരും ആ കൂടെ പോയി. അങ്ങനെ മുഹമ്മദും കുറേ ആളുകളും മദീനയിൽ സ്വന്തം ബന്ധം ഒന്നുമില്ലാതെ, ഭൂമിയോ ഭക്ഷണമോ വീടോ ഒന്നുമില്ലാതെ അനാഥകളായി പട്ടിണിയും പരവട്ടുമായി കഷ്ടപ്പെടുന്ന ആ ജനങ്ങൾക്ക് ആ നാട്ടുകാരോട് പറഞ്ഞ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. ആ നാട്ടുകാരിൽ മുഹമ്മദിനെ അറിയുന്നവരും വിശ്വസിച്ചവരും വന്ന് അല്ല കുഞ്ഞ് പറന്നിക്കണ, നമുക്ക് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം, നിങ്ങൾ അറുത്ത്, അവിടെ അറക്കാൻ ആടയുള്ളൂ, അല്ല ഒട്ടകളെ അറുത്ത് ഈ പട്ടിണി പാവങ്ങളുടെ വിശപ്പ് തീർക്ക്. ഇതാണ് ഏറ്റവും ഉന്നതമായത്, വിശപ്പ് തീർക്കാൻ. നിങ്ങളെ അയൽവാസി പട്ടിണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കൊടുക്കാതെ ഭക്ഷണം കഴിക്കാൻ എന്നിൽപ്പെട്ടവനല്ല. ഇങ്ങനെയും പറഞ്ഞ ഇത്രയും ഇതായി പറഞ്ഞത് ആ മുഹമ്മദും സഹാബക്കളും ശിഷ്യഗണങ്ങളും മുഹമ്മദിൻ്റെ വിശ്വസിച്ച് വന്നവരും പട്ടിണിയോട് പട്ടിണിയാണ്. അപ്പോൾ എന്തൊരു വിഷയം വന്നാലും ഇബ്രാഹിം നബിൻ്റെ പേരിലും ഒലുഹ അറുത്ത് കൊടുത്ത് ജനങ്ങൾക്ക് ഇത് ആ പ്രദേശത്തെ പട്ടിണി പാവങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് വിശപ്പ് മാറ്റാനാണ് ഉദ്ദേശ ലക്ഷ്യം ഇസ്ലാമിൻ്റെ. അല്ലെങ്കിൽ മൂരിനെ അറക്കാനോ അതൊരു കടമയോ ഒരു ചര്യയോ ആയിട്ടെടുക്കാനല്ല പറഞ്ഞത്, വിശപ്പ് മാറ്റാനാണ്. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാരും ഇതുപോലെ മൃഗങ്ങളെ ബലി കൊടുത്ത് അറുത്ത് വിശപ്പ് മാറ്റണ്ട. കാരണം ഇന്ന് യഥേഷ്ടം ഭക്ഷ്യവസ്തുക്കളും അരിയും ഗോതമ്പും പച്ചക്കറികളും ഫ്രൂട്ട്സുകളും എല്ലാ ഭക്ഷണങ്ങളും യഥേഷ്ടം കിട്ടും. അറേബ്യയിൽ പോലും അന്ന് അറേബ്യയിൽ ഭക്ഷണങ്ങൾ ഈ മരുഭൂമി ആയതുകൊണ്ട് നമ്മളിവിടുത്തെ സസ്യങ്ങളൊന്നും കിട്ടൂല. അതുകൊണ്ട് അവിടുത്തെ ആ പ്രദേശക്കാർക്ക് അവിടെ ലഭ്യമായ പക്ഷികളോ അല്ലെങ്കിൽ ഈ ആടുമാടുകളോ അറുത്ത് ഭക്ഷിച്ചിട്ട് വേണം വിശപ്പ് മാറ്റാനും ജീവൻ നിലനിർത്താനും. അതുകൊണ്ടാണ് അറബികൾ ആ മരുഭൂമിയിൽ ജീവിക്കുന്നവർ മാംസബുക്കായി തീർന്നത്. നമ്മുടെ ഭാരതത്തിൽ ഇഷ്ടം പോലെ യഥേഷ്ടം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ധാന്യങ്ങളും യഥേഷ്ടം കിട്ടുന്നത് കൊണ്ട് അത് ഭക്ഷിച്ചിട്ട് ജീവിച്ചാൽ മതി നമ്മൾക്ക്. അല്ലാതെ നമ്മൾ മാംസബുക്കാവണ്ട. പിന്നെ ഇപ്പോൾ ഇവിടെ ഡോക്ടർമാർ പോലും ഉപദേശിക്കുന്നത് മാംസത്തിൽ എന്തോ പ്രോട്ടീൻ എന്തൊക്കെ കൂടുതലുണ്ട്, അപ്പോൾ നിങ്ങളുടെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാംസം കഴിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു. അതുപോലെ മത്സ്യം നല്ലതാണ്, ഒരുപാട് പോഷകമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും ആവശ്യമായിട്ട് നിങ്ങൾ കഴിച്ചുകൊള്ളുക. അല്ലാതെ മാംസത്തെ മാത്രം, മൃഗത്തെ മാത്രം ബലിയാർത്ത് തിന്നണ്ട. നിങ്ങൾ അത് കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, തിന്നോളൂ. പക്ഷേ അതൊരു ചര്യയോ ആചാരമോ മതത്തിൻ്റെ ഭാഗമാക്കി കൊടുക്കണ്ട.